ഒരു ജലപാതയിലേക്കാണ് ഇപ്പോൾ ബോട്ട് തിരിഞ്ഞ് പ്രവേശിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും യാത്രാ ബോട്ടുകൾ, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റേതായ യാത്രാ ബോട്ടുകൾ സർവീസ് നടത്തുന്ന ജലപാതയിലേക്ക് ഇപ്പോൾ ബോട്ട് എത്തിച്ചേരുകയാണ്. ആലപ്പുഴയിൽ നിന്നും 2.5 മണിക്കൂർ വേണം കോട്ടയത്ത് ബോട്ടിൽ എത്തിച്ചേരുവാൻ. മനോഹരമായ കായൽ കാഴ്ചകൾ കണ്ട് നമുക്ക് കോട്ടയത്തേക്ക് എത്തിച്ചേരാം. 2.5 മണിക്കൂർ നമുക്ക് ബോട്ട് യാത്ര ചെയ്യാം. 2.5 മണിക്കൂർ എത്ര രൂപയാകുമെന്ന് ആർക്കെങ്കിലും ഒന്ന് നോക്കി പറയാമോ? യാത്ര ചെയ്തവരാരെങ്കിലും ഉണ്ടോ? 2.5 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്യുന്നതിന് എത്ര രൂപയാകുമെന്ന് പറയാമോ? ഏകദേശം ഒന്ന് ഗസ് ചെയ്യാമോ? 2.5 മണിക്കൂർ നമുക്കൊരു ബോട്ടിൽ കയറി യാത്ര ചെയ്യാം. എത്ര രൂപയാകും? വെറും 29 രൂപ മാത്രമാണ്. 29 രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത്. പറഞ്ഞു അതിന് ഇത്രയുള്ളൂ. നമുക്ക് പൊതു സംവിധാനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ ഗുണഫലമായിട്ടാണ് ഇത്തരം ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇതും അതിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് 400-500 രൂപ മുടക്കുമ്പോൾ 5 മണിക്കൂർ സമയം 55 കിലോമീറ്റർ ആണ് നമ്മൾ ചുറ്റി സഞ്ചരിക്കുന്നത്. നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിലെ ഒരു സ്വകാര്യ മേഖലയിൽ ഹൗസ് ബോട്ടുകൾ എടുത്താണ് യാത്ര ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ 4 പേര് അല്ലെങ്കിൽ 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണെന്ന് തന്നെ കരുതിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 രൂപ ചിലവായിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ ഹൗസ് ബോട്ടിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. മുകളിലേക്ക് 35,000, 40,000, 50,000 ആ റേഞ്ച് വരെ പോകും. അത് ഹൗസ് ബോട്ടുകളുടെ ഓരോ സൗകര്യത്തിനനുസരിച്ചാണ്. പക്ഷെ നമുക്കിത് 400-500 രൂപ മുടക്കുമ്പോൾ ഇത് സാധ്യമാവുന്നത് പൊതു സംവിധാനമായി സർക്കാർ മേഖലയിൽ സർക്കാരായതുകൊണ്ടാണ്. ഇത്രയും സർക്കാരിന്റെ ബിസിനസ് മാത്രമല്ല, ഇതിനകത്ത് ലാഭം കിട്ടിയാൽ മാത്രം പോരാ, ജനത്തിനുള്ള ഒരു സർവീസ് കൂടിയാണ്. സ്വകാര്യ മേഖലയിൽ അത് ലാഭം മാത്രമാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുമേഖലയിൽ ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം ഏറ്റവും സാധാരണക്കാരന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ഇപ്പൊ 2.5 മണിക്കൂർ സമയത്തേക്ക് 29 രൂപയ്ക്ക് ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൂടാതെ ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ആലപ്പുഴയിൽ നിന്നും കുമരകം 2 ടൂറിസം പ്ലേസുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏക സർവീസ് കൂടിയാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ഈ സീ കുട്ടനാട് എന്ന ബോട്ട്. മറ്റൊരു ബോട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വകയായി തന്നെ വേഗ 2 എന്നുള്ള ബോട്ടുമുണ്ട്. ഈ 2 ബോട്ടുകൾ മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ, ഈ ടൂറിസം ബോട്ടിന്റെ ടാഗ് ലൈൻ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, ഏറ്റവും കൂടുതൽ ദൂരത്തിൽ, ഏറ്റവും കൂടുതൽ കാഴ്ചകൾ എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്ക് സാധ്യമാവുന്നത് പൊതുമേഖലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടുകൂടിയാണെന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഈ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടൻ കാർഷിക മേഖലയുടെ ഒരു കേന്ദ്ര മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് പ്രസിദ്ധമായ ആർ ബ്ലോക്ക് എന്നാണ്. ഈ 1400 ഏക്കറിന് മുകളിൽ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണ്. 1400 ഏക്കറിന് മുകളിലാണ് ഇതിന്റെ വിസ്തൃതി. ആർ ബ്ലോക്ക് എന്നാണ് പേര്. ഇടതു ഭാഗത്ത് കാണുന്നത് കുട്ടനാട് നമുക്കറിയാം കേരളത്തിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. 10,000-കണക്കിന് ഹെക്ടറിലാണ് നെൽകൃഷി നടക്കുന്നത്. ഒരു വർഷം കുട്ടനാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നെല്ലിന്റെ അളവെന്ന് പറയുന്നത് 2.5 ലക്ഷം ടൺ നെല്ലാണ്. കുട്ടനാട്ടിൽ നിന്നും ഈ വേമ്പനാട് കായൽ നികത്തിയാണ് ഈ 90% പാടശേഖരങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം ടൺ നെല്ലാണ് കുട്ടനാട്ടിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഈ ആർ ബ്ലോക്ക്, ഇടത് ഭാഗത്ത് കാണുന്ന ആർ ബ്ലോക്ക് കുട്ടനാടൻ കാർഷിക മേഖലയുടെ കേന്ദ്രമായിരുന്നെങ്കിൽ പോലും ഇവിടെ നെൽകൃഷി അല്ലായിരുന്നു ചെയ്തിരുന്നത്. പ്രധാനമായും തെങ്ങ് കൃഷിയായിരുന്നു. തെങ്ങ് കൃഷിയും ഇടവിളയായി കപ്പയും കാപ്പിയും കൊക്കോയും കവുങ്ങും വാഴയും കുരുമുളകും എല്ലാം സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന ഒരു മേഖലയാണ് ഈ ആർ ബ്ലോക്ക്. അതുകൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങിൻ കല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. കുട്ടനാടൻ തെങ്ങിൻ കല്ല് വളരെ പ്രസിദ്ധമാണ്. ഇന്നിപ്പോൾ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ തെങ്ങിൻ കല്ല് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ പോലും ഒരു കാലത്ത് ഒരു 30 വർഷം മുമ്പ് വരെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങിൻ കല്ല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഈ ആർ ബ്ലോക്ക്. 10,000-ഓളം ചെത്ത് തെങ്ങുകളും 2,000-ഓളം ചെത്ത് തൊഴിലാളികളും ഒക്കെയായി ഒരു കാർഷിക മേഖല ഏറ്റവും സജീവമായിരുന്ന, അല്ലെങ്കിൽ കാർഷിക സമൃദ്ധിയുടെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഈ ആർ ബ്ലോക്കിന്. പ്രിയപ്പെട്ടവരെ, ഒരു 30 വർഷം മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ കൃഷിയെല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അതേ രീതിയിൽ അത് പുനരുജ്ജീവിപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ആർ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള വസ്തുതകൾ. വലതു ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്നത് പ്രസിദ്ധമായ
ചിത്തിര പാടശേഖരമാണ്. കുട്ടനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ചിത്തിര പാടശേഖരമാണ് വലതു ഭാഗത്ത് കാണുന്നത്. 900 ഏക്കറോളം വരുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. ഇപ്പോൾ നെൽച്ചെടികൾ അതിന്റെ വിളവെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമൃദ്ധമായ രീതിയിൽ നെൽകൃഷി ആ പാടത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പാടശേഖരങ്ങളിലൊന്നാണ് ഈ 6 ബ്ലോക്ക്. ഈ ഒരു പ്രദേശത്തിന്റെ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജലാശയം ജലോപരിതലത്തിൽ നിന്നും 2.5 മീറ്ററോളം താഴ്ന്നാണ് കാർഷിക ഭൂമി നിലവിലുള്ളത്. അതായത് ജലാശയം മുകളിലും കാർഷിക ഭൂമി, കൃഷി നടക്കുന്നത് താഴെയാണ്, വെള്ളം മുകളിൽ നിൽക്കുകയാണ്, കൃഷി താഴെയാണ്. അതാണ് കുട്ടനാട്ടിലെ ഒരു ബഹുഭൂരിപക്ഷം കാർഷിക മേഖലയുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ മറ്റൊരു സ്ഥലം കൂടിയേ ഉള്ളൂ ഇതിന് സമാനമായി. വെള്ളം മുകളിൽ നിൽക്കുന്നു, കാർഷിക ഭൂമി താഴെയാണ്, 2.5 മീറ്ററോളം താഴ്ന്നാണ്. ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡ്സ് എന്ന രാജ്യത്തിൽ മാത്രം, ആംസ്റ്റർഡാമിൽ, നെതർലൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ മാത്രമാണ് ഇത്തരത്തിൽ കൃഷി നടക്കുന്നത്. ഈ 2 സ്ഥലങ്ങൾക്ക് തമ്മിൽ ഇങ്ങനെ ഒരു സാമ്യത കൂടിയുണ്ട്, ജലാശയം മുകളിലും കാർഷിക ഭൂമി താഴെയും എന്നുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടനാടിന് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, കിഴക്കിന്റെ ഹോളണ്ട് എന്നുള്ളൊരു വിളിപ്പേര് കുട്ടനാടിനുണ്ട്. ആ പേര് വരുവാനുള്ള കാരണം ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഈ ഒരു സാമ്യതയാണ്. PSC പരീക്ഷകൾ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ മുൻകാലങ്ങളിൽ എഴുതിയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും. ഒരു 4-5 വർഷം മുമ്പ് വരെ കേരള PSC നടത്തിയിരുന്ന ലാസ്റ്റ് ഗ്രേഡ് LD ക്ലർക്ക് നിലവാരത്തിലുള്ള പരീക്ഷകളിൽ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു, കിഴക്കിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്നുള്ളത്. ആ ചോദ്യം കേരള PSC വരെ ചോദിച്ചിരുന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം കുട്ടനാടാണ്. ആ പേര് വരുവാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള സാമ്യതയായി പറഞ്ഞത്. ജലാശയം മുകളിലും കാർഷിക ഭൂമി താഴെയും എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് കൂടിയാണ്. ഇവിടുത്തെ കാർഷിക മേഖലയുടെ ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ, നമ്മൾ രാവിലെ സഞ്ചരിച്ചതും ഉച്ചയ്ക്ക് ശേഷം പാതിരാമണലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സഞ്ചരിച്ചതുമായ വിശാലമായ വേമ്പനാട് കായലിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ ഒരു പ്രദേശമെല്ലാം. ഇവിടെയെല്ലാം ഇത്തരത്തിലേക്ക് കാർഷിക നിലങ്ങൾ നിർമ്മിച്ച് മനുഷ്യന്റെ അധ്വാനം കൊണ്ട്, നമ്മുടെ പൂർവികരായ മനുഷ്യരുടെ അധ്വാനം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുത്തവയാണ് ഈ കാണുന്ന പാടശേഖരങ്ങളെല്ലാം. അതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഉണ്ടായ ഭക്ഷ്യക്ഷാമം ഒരുപക്ഷെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിവുള്ളതായിരിക്കും. ആ ലോകം മുഴുവനും ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ, കേരളത്തിലും ആ ഭക്ഷ്യക്ഷാമത്തിന്റെ രൂക്ഷത അനുഭവപ്പെട്ടപ്പോൾ, അന്നിവിടെ നാട് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി ഈ കുട്ടനാട്ടിൽ ഇവിടുത്തെ പൗരപ്രമുഖരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ കാവാലം സ്വദേശിയായ, കുട്ടനാട്ടിലെ തന്നെ ഒരു സ്ഥലമാണ് കാവാലം, ആ കാവാലം സ്വദേശിയായ മുരിക്കുംമൂട്ടിൽ ജോസഫ് എന്ന പേരുള്ള ഒരു പൗരപ്രമുഖൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആശയമാണ്, തിരുവിതാംകൂർ മഹാരാജാവിന് മുന്നിൽ മുന്നോട്ട് വെച്ച ആശയമാണ്, വേമ്പനാട് കായൽ നികത്തി നെൽകൃഷി ചെയ്ത് ഇവിടുത്തെ ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെയെങ്കിലും കുറച്ചെങ്കിലും പരിഹരിക്കാമെന്നൊരു നിർദ്ദേശം മഹാരാജാവിന് മുന്നിൽ ഈ മുരിക്കുംമൂട്ടിൽ ജോസഫ് സമർപ്പിക്കുകയും അതിനെ തുടർന്ന് രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന 16,000-ഓളം തൊഴിലാളികളെ ഇവിടെ സംഘടിപ്പിച്ച് അവരുടെ 4 വർഷം നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായി വേമ്പനാട് കായൽ നികത്തി നിർമ്മിച്ചെടുത്ത നെൽപ്പാടശേഖരങ്ങളാണ് ഈ ഇടത് വലത് ഭാഗങ്ങളിൽ ഇനി മുന്നോട്ട് ഉള്ള യാത്രയിലൊക്കെ നമുക്ക് കാണാനാകുക. കുട്ടനാട്ടിലെ 99% പാടശേഖരങ്ങളും ഇത്തരത്തിൽ വേമ്പനാട് കായൽ നികത്തി നിർമ്മിച്ചെടുത്തവയാണ്. ഇതിന്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് പോയാൽ, വേമ്പനാട് കായലിലെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗം കണ്ടെത്തി ചുറ്റോട് ചുറ്റും മൺചിറകൾ ബണ്ടുകൾ നിർമ്മിച്ചു. അതായത് 30-40 അടി നീളമുള്ള തെങ്ങിൻ കുറ്റികൾ നെടുകെ പിളർന്ന് അവ വരിവരിയായി കായലിൽ താഴ്ത്തി തമ്മിൽ മുളകൾ കൊണ്ട് ബന്ധിപ്പിച്ച് അതിനുശേഷം കായലിൽ നിന്ന് തന്നെ ചെളിയും മണലുമൊക്കെ കുത്തി ഈ മൺചിറകളിൽ ഇതിനുള്ളിൽ നിറച്ച് ചുറ്റോട് ചുറ്റും ഇങ്ങനെ ബണ്ടുകൾ നിർമ്മിക്കും. അതിനുശേഷം ഉള്ളിലുള്ള വെള്ളം, കായലിൽ ചുറ്റോട് ചുറ്റും ബണ്ടുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഉള്ളിലുണ്ടായിരുന്ന വെള്ളം യന്ത്രങ്ങളുടെ സഹായമില്ലാതിരുന്ന കാലത്ത് ചവിട്ട് ചക്രങ്ങളൊക്കെ പക്ഷേ പഴയ ആൾക്കാർക്ക് ഒരു പക്ഷെ അറിയാൻ പറ്റും. ചില സിനിമകളിലൊക്കെ ചിലരെങ്കിലും കണ്ടു കാണും, അല്ലെങ്കിൽ ചില വീടുകളിലേക്ക് മുന്നാമ്പുറങ്ങളിലൊക്കെ ഷോയ്ക്കൊക്കെ വെച്ചിട്ടുള്ള ചവിട്ട് ചക്രങ്ങൾ. ആയിരക്കണക്കായ ചവിട്ട് ചക്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പൂർവികരായ മനുഷ്യരുടെ കായിക ശേഷി ഒന്നുകൊണ്ട് മാത്രം, അവരുടെ മാനസികമായ ധൈര്യത്തിന്റെ പുറത്ത്
ഏറ്റവും അതിസാഹസികമായി വേമ്പനാട് കായലിൽ വെള്ളം പുറത്തേക്ക് വറ്റിച്ചു കളഞ്ഞ് അങ്ങനെ നിർമ്മിച്ചെടുത്ത പാടശേഖരങ്ങളാണ് ഈ വലത് ഭാഗങ്ങളിലും കാണുന്നത്. മുന്നോട്ട് പോകുമ്പോഴായാലും നമുക്കിനി കാണാനാവുക.